ഈ അടുത്ത് നമ്മൾ അക്വേറിയം ഷോപ്പ് വിസിറ്റ് ചെയ്ത സമയത്ത് നമ്മൾ എന്തിനാണ് വിസിറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലിയ സൈസ് പെല്ലറ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു പാക്കറ്റ് വാങ്ങാൻ വേണ്ടി നമ്മൾ പോയതാണ്. അപ്പോൾ പെട്ടെന്നാണ് നമ്മുടെ കണ്ണിൽ പെട്ടത് ഈ ഒരു ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളെ. കുറച്ച് നാൾ മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇവരെ വാങ്ങി വളർത്താനായിട്ട് പ്ലാൻ ഉണ്ടെന്നുള്ള കാര്യം. ഈ ഗപ്പികളെ വാങ്ങാനായിട്ടുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു ബ്രൈറ്റ് റെഡ് കളർ തന്നെയാണ്. കുറേ കാലം മുമ്പാണ് നമ്മൾ ഗപ്പികളെ വാങ്ങി വളർത്തിയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ വളർത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു നല്ല വെറൈറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ പെറ്റ് ഷോപ്പ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വെറൈറ്റിയെ കാണുന്നത്. നമുക്ക് കണ്ടപാടെ തന്നെ ഇതിനെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാരണം തന്നെയാണ്. ഇതിൻ്റെ ബ്രൈറ്റ് റെഡ് കളറാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ജാവാഫോൺ വളർത്തുന്ന അക്വേറിയങ്ങളിൽ പ്ലാറ്റികളെ വളർത്തുന്നുണ്ട്. റെഡ് പ്ലാറ്റികളും ഉണ്ട്, അതിനകത്ത് ബ്ലാക്ക് ടൈലും ഉണ്ട്. അവരെ കാണാൻ നല്ല ഭംഗിയാണ് അക്വേറിയത്തിൽ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാവാഫോൺ നല്ല രീതിയിൽ തന്നെ ആ അക്വേറിയത്തിൽ വളർന്ന് നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു റെഡ് പ്ലാറ്റികൾ നടക്കുമ്പോൾ ആ ഒരു ഗ്രീൻ റെഡ് കോമ്പിനേഷൻ നല്ല രസമാണ് കാണാനായിട്ട്. ഈ ഗപ്പികളുടെ കളറും നല്ല ബ്രൈറ്റ് റെഡ് കളറാണ്. അപ്പോൾ സെയിം ആംബിയൻസ് തന്നെ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ പ്ലാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 അക്വേറിയങ്ങളാണ് നമുക്കുള്ളത്. ജാവാഫോൺ വളർത്തുന്ന അക്വേറിയങ്ങളാണ്. രണ്ടിലും പ്ലാറ്റികൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു അക്വേറിയത്തിലെ പ്ലാറ്റികളെ പിടിച്ച് മറ്റേ അക്വേറിയത്തിലേക്ക് ഇട്ടിട്ട് കാലിയാകുന്ന ആ ഒരു അക്വേറിയത്തിൽ ഇവരെ ഇടാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ പ്ലാറ്റികളെക്കുറിച്ച് ഞാൻ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ പ്ലാറ്റികളെ വളർത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള മീനുകളാണ്, നല്ല രീതിയിൽ ബ്രീഡ് ആവുന്നുണ്ട്. അതേസമയം നമ്മൾ ആ അക്വേറിയത്തിലേക്ക് ഗപ്പികളെയും മോളികളെയും ഒഴിവാക്കിയതിൻ്റെ കാരണവും നമ്മൾ പല വീഡിയോകളിലായിട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ മോളികളെ ഒഴിവാക്കിയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളികൾക്ക് പെട്ടെന്ന് അസുഖം വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ കുറച്ചും കൂടി സൈസ് വെക്കുന്നതായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പേസ് വേണം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടിയും വലിയ ടാങ്കുകളൊക്കെയാണ് മോളികൾക്ക് നല്ലത്. ഗപ്പികൾ നമ്മൾ ഒഴിവാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗപ്പികൾ ബ്രീഡിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ച് അഗ്രസീവാണ്. കുഞ്ഞുങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ അക്വേറിയങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം നല്ല രീതിയിൽ ചെടികൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട്. പിന്നെ ഇമ്മ്യൂണിറ്റിയുടെ കാര്യം നമ്മൾ കൃത്യമായിട്ട് ഇതുവരെ അങ്ങനെ വളർത്തി ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. ഒരു വർഷം മൊത്തത്തിൽ എല്ലാ സീസണിലും അങ്ങനെ കവർ ചെയ്ത് നമ്മൾ നോക്കിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അറിയില്ല. അപ്പോൾ ഗപ്പികളാണ് നമുക്ക് താല്പര്യമുള്ളത് പ്ലാറ്റുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വളർത്തി നോക്കാനായിട്ട്. പ്ലാറ്റുകളുടെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള മീനുകളാണ്. ബ്രീഡിങ്ങും കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. എല്ലാ സീസണിലും നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ നിൽക്കുന്നുണ്ട്, അസുഖങ്ങളൊന്നും വരാതെ തന്നെ. പ്ലാറ്റുകൾ ഇത്തരം സാഹചര്യത്തിൽ 100% സക്സസ്ഫുൾ ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനി നമുക്ക് ഗപ്പികളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഈ 2 അക്വേറിയങ്ങളിലായിട്ടാണ് നമ്മുടെ അഡൾട്ട് പ്ലാറ്റുകൾ കിടക്കുന്നത്. ഇതിനകത്ത് തന്നെയാണ് നമ്മുടെ ജാവാഫോൺ ചെടികളും ഉള്ളത്. ഈ കാണുന്ന ഇടത്തെ അക്വേറിയത്തിലാണ്, അതായത് ഈ അക്വേറിയത്തിലാണ് നമ്മൾ വലിയ സൈസുള്ള ജാവാഫോൺ ചെടികൾ വെച്ചിട്ടുള്ളത്, അതായത് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. വലത്തെ സൈഡിലിരിക്കുന്ന അക്വേറിയത്തിൽ നമ്മൾ ചെറിയ മുളച്ച് വരുന്ന ചെടികളാണ് കൂടുതലും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന അക്വേറിയത്തിലെ ചെടികൾ വലിയ സൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് നിന്ന് പ്ലാറ്റുകളെ പിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഇതിനകത്ത് നിറച്ച് കുഞ്ഞുങ്ങൾ ബ്രീഡായി എടുക്കുന്നുണ്ട്. പലയിട്ട് നമ്മൾ ഇതിനകത്ത് ഇളക്കി കഴിഞ്ഞാൽ ഈ ചെടികൾ മൊത്തം എന്താ പറയുക മണ്ണിൽ നിന്ന് പുറത്തേക്ക് വന്ന് ആകെ ഈ ഒരു അക്വേറിയം കൊള്ളാവാനായിട്ടുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾ അനക്കുന്നില്ല. മറ്റേ അക്വേറിയത്തിൽ നമ്മൾ ചെറിയ ചെടികളാണ് വെച്ചിട്ടുള്ളത്. അതിനകത്ത് കുറച്ച് സ്പേസ് ഉള്ളതുകൊണ്ട് അതിലുള്ള പ്ലാറ്റുകൾ നമുക്ക് പിടിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അതുകൊണ്ട് വലത്തെ സൈഡിൽ, അതായത് അപ്പുറത്തിരിക്കുന്ന അക്വേറിയത്തിൽ നിന്നുള്ള പ്ലാറ്റുകളെ നമ്മൾ പിടിച്ച് ഇതിലേക്ക് മാറ്റാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് പണി കുറച്ച് എളുപ്പമാവും. പിന്നെ ഈ അക്വേറിയത്തിലെ കുറച്ച് ചെടികൾ ഞാൻ കാണിച്ചു തരാൻ. കണ്ടില്ലേ, കുറേ എണ്ണത്തിൻ്റെ ഇലയുടെ അടിയിൽ നിന്ന് കുറേ ചെറിയ ചെടികൾ ഉണ്ടായി വരുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ കേടായി കിടക്കുന്ന ഒരു ഇലയാണ്. അത് ഞാൻ കളയാൻ വേണ്ടി എടുത്തതാണ്. പക്ഷേ എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ അടിഭാഗത്തു നിന്നൊക്കെ നിറച്ച് ചെറിയ ചെടികൾ ഉണ്ടായി വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ തിരിച്ച് വെള്ളത്തിലേക്ക് തന്നെ ഇട്ടു. പിന്നെ ആ താഴെ നിൽക്കുന്ന ചെടികളുടെ ഇലയുടെ അടിഭാഗത്ത് നിങ്ങൾക്ക് ചെറിയ ചെറിയ ചെടികൾ നിറച്ച് ഉണ്ടായി നിൽക്കുന്നത് കാണാം. ഇങ്ങനെയാണ് ഈ ജാവാഫോൺ ചെടികൾ നാച്ചുറലായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതുപോലെ അക്വേറിയങ്ങളിൽ ചെടികൾ നല്ല രീതിയിൽ തിക്കായിട്ട് ഫില്ലായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാറ്റുകൾ വലിയ കുഴപ്പമില്ല. അവർ കുഞ്ഞുങ്ങളിൽ നിന്ന് അങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ജസ്റ്റ് ഓടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ അറ്റാക്ക് ചെയ്ത് കഴിക്കുന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ആ കാര്യത്തിലൊക്കെ ഈ മോളികളും പ്ലാറ്റുകളൊക്കെ കുറച്ച് പുറകിലാണ്. അതായത് അറ്റാക്ക് ചെയ്ത് ഭക്ഷിക്കുന്ന കാര്യത്തിൽ അവർ ജസ്റ്റ് ഓടിക്കുന്നതൊക്കെ കാണാം, പക്ഷേ കഴിക്കുന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ ഗപ്പികൾ അങ്ങനെയല്ല, കുറച്ച് അഗ്രസീവാണ്. അവർ അറ്റാക്ക് ചെയ്ത് കഴിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഗപ്പികളുടെ കുഞ്ഞുങ്ങളെയൊക്കെ നല്ല രീതിയിൽ സർവൈവ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെടികളും കാര്യങ്ങളൊക്കെ തന്നെ വേണം. അപ്പോൾ ഇതാണ് നമ്മുടെ വലത്തെ സൈഡിലിരിക്കുന്ന അക്വേറിയം, രണ്ടാമത്തെ അക്വേറിയം. ഇതിനകത്ത് കണ്ടില്ല, എല്ലാം ചെറിയ ചെടികളാണ്. എണ്ണത്തിൽ നല്ല വോള്യത്തിലുണ്ട് ഈ ചെടികൾ. കുറേ എണ്ണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഇതിലേക്കാണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് 4 പ്ലാറ്റുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ 4 പ്ലാറ്റുകളെയും നമ്മൾ അപ്പുറത്തെ അക്വേറിയത്തിലേക്ക്, തൊട്ടടുത്ത നമ്മൾ നേരത്തെ കാണിച്ച അക്വേറിയത്തിലേക്ക് നമ്മൾ മാറ്റാൻ പോവുകയാണ്. ഇതിനകത്തുനിന്ന് അവരെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. താഴെ നമ്മൾ ചെടിച്ചട്ടികൾ വെച്ചിട്ടുണ്ട്, ചെറിയ പോട്ടുകൾ. അതിനകത്ത് നമ്മൾ കുറച്ച് ചെടികൾ നട്ടു വെച്ചിട്ടുണ്ട്. ബാക്കി കുറേ എണ്ണമാണ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത്, കാരണം അധികം സ്പേസ് ഇല്ലാത്തതുകൊണ്ട്. ഇവരെ നമ്മൾ വല ഉപയോഗിച്ച് പിടിക്കാനായിട്ട് ചെല്ലുമ്പോൾ തന്നെ ഇവർ കൂടുതലും താഴെ പോയിട്ട് ഈ ചെടിച്ചട്ടികളുടെ ഇടയിൽ ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒളിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല.
ഈ ചെടിച്ചട്ടി മൊത്തം പുറത്തെടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇവരെ പിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവരെ പിടിച്ചു കഴിഞ്ഞാലും പിന്നെ നമുക്ക് പണി തന്നെയാണ്. കാരണം ഈ ചെടിച്ചട്ടികളെല്ലാം തിരിച്ച് അറേഞ്ച് ചെയ്യണം. ചെടിച്ചട്ടികൾ എടുക്കുന്ന സമയത്ത് അതിലുള്ള നമ്മൾ പ്ലാന്റ് ചെയ്ത് വെച്ചതൊക്കെ ഇളകി പോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ റീസെറ്റ് ചെയ്ത് നമ്മൾ എങ്ങനെയാണോ ഒരു അക്വേറിയം പുതിയതായിട്ട് റീസെറ്റ് ചെയ്യുന്നത് ഈ ചെടികൾ, അതുപോലെ തന്നെ ഒരു റീസെറ്റിങ് ചെയ്യേണ്ടി വരും. അങ്ങനെ കുറേ നേരത്തെ ബുദ്ധിമുട്ടിന് ശേഷം നമ്മൾ ആ ഒരു പണി തീർത്തിരിക്കുകയാണ്. നമുക്ക് ഇവരെ പിടിക്കാനായിട്ട് സാധിച്ചില്ല. നമുക്ക് ഈ ഫ്ലോട്ട് ചെയ്തെടുക്കുന്ന കംപ്ലീറ്റ് പ്ലാന്റ്സ് നമ്മൾ പുറത്തേക്ക് എടുത്തു. അതുപോലെ ചെടിച്ചട്ടികൾ നമുക്ക് മുക്കാൽ ഭാഗത്തോളം ചെടിച്ചട്ടികൾ മൊത്തം നമുക്ക് പുറത്തേക്ക് എടുക്കേണ്ടി വന്നു. എന്നിട്ടാണ് നമ്മൾ അവരെ പിടിച്ച് തൊട്ട് അപ്പുറത്തുള്ള ആ ഒരു അക്വേറിയത്തിലേക്ക് ഇട്ട് കൊടുത്തത്. ചെടിച്ചട്ടികളെല്ലാം തിരിച്ച് റീഅറേഞ്ച് ചെയ്തു. ഞാൻ എടുക്കുന്ന സമയത്ത് കുറേ പ്ലാന്റ്സൊക്കെ ചെടിച്ചട്ടിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അത് തിരിച്ച് പ്ലാന്റ് ചെയ്തു. പറ്റാവുന്നതൊക്കെ നമ്മൾ പ്ലാന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ ഫ്ലോട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. പ്ലാന്റഡ് ടാങ്കുകളിൽ മീനുകളെ പിടിക്കാനുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ എല്ലാ പ്ലാറ്റുകളെയും കൂടി ഇതിനകത്താണ് ഇട്ടിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും കൂടി ഇതിനകത്ത് ഇടാനായിട്ട് സാധിക്കില്ല. മാക്സിമം ഒരു 4 പ്ലാറ്റുകളൊക്കെയാണ് ഈ സൈസിലുള്ള ഇതിനകത്ത് ഇടാനായിട്ട് സാധിക്കുന്നത്. ബ്രീഡ് ആവാനൊക്കെ ആ ഒരു എണ്ണം കുറച്ച് ഇടുന്നതാണ് നല്ലത്. ഒരു 4 എണ്ണം ഇടുന്നതാണ് നല്ലത്. നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു 4 എണ്ണത്തിന് കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അവരെ പിന്നീട് നമ്മൾ വേറെ ടാങ്കുകളിലേക്ക് മാറ്റാമെന്ന് വിചാരിക്കുന്നുണ്ട്. എണ്ണം കൂട്ടിയിട്ടാലും ഈ ബ്രീഡായി ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. കാരണം കൂടുതൽ അഡൾട്ട് പ്ലാറ്റുകൾ ഇതിനകത്ത് വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വീണ്ടും പ്രോബ്ലം ആയിരിക്കും. പ്രോപ്പറായിട്ട് തീറ്റ കിട്ടില്ല. അതുപോലെ ഈ അഡൾട്ട് പ്ലാറ്റുകൾ ചെറിയ കുഞ്ഞുങ്ങളെ കൊത്തി ഓടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് കൂടുതൽ സ്ട്രെസ്സ് വരും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കുറച്ച് അഡൾട്ട് പ്ലാറ്റുകൾ ആ അക്വേറിയത്തിൽ നിന്ന് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളെ നമ്മൾ ഇതിലേക്ക് റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഒരു മെയിലും ഒരു ഫീമെയിലും ആയിട്ടാണ് നമ്മൾ വാങ്ങിയത്. നമ്മളൊരു 4 എണ്ണത്തിനെ വാങ്ങാമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഞാൻ വിചാരിച്ചു 2 എണ്ണത്തിനെ വാങ്ങിയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 2 എണ്ണം കൊണ്ട് ചിലപ്പോൾ ഇവർ ബ്രീഡ് ആവുകയാണെന്നുണ്ടെങ്കിലോ. 4 എണ്ണം വാങ്ങാമെന്ന് വിചാരിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഏതെങ്കിലും 1-2 എണ്ണമൊക്കെ ചത്തു പോവുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി 2 എണ്ണം ഉണ്ടല്ലോ. പിന്നെ വിചാരിച്ചു ജസ്റ്റ് 2 എണ്ണത്തിനെ വാങ്ങി ഇട്ട് നോക്കാം. കാരണം ഈ ഒരു അക്വേറിയത്തിനകത്ത് നല്ല രീതിയിൽ സ്പേസ് ഉണ്ട്. ഈ അക്വേറിയത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2 അടി നീളവും 1 അടി വീതിയും 1.5 അടി ഹൈറ്റും ഉള്ള അക്വേറിയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ നിറച്ച് പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ 2 പേർക്കും നല്ല രീതിയിൽ ഇതിനകത്ത് സുഖമായിട്ട് നടക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ മെയ്റ്റിംഗ് ആണെങ്കിലും ബ്രീഡിംഗ് ആണെങ്കിലും ഒക്കെ ഇവർക്ക് ഒരുമിച്ച് നടന്ന് എല്ലാം ചെയ്യാനുള്ള സ്പേസ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇവർ ഇതിനകത്ത് പ്രോപ്പറായിട്ട് അഡാപ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ചത്തുപോകാതെ അഡാപ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല രീതിയിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അല്ല ഇവർക്ക് ഇപ്പോൾ പുതിയൊരു ആംബിയൻസിലേക്ക് വന്നതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ സ്ട്രെസ്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്ന് ചത്തു പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പുതിയത് നമ്മൾ വാങ്ങേണ്ടി വരും. അപ്പോൾ നമ്മൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു 4 എണ്ണത്തിനും കൂടി വാങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. 2 മെയിലും 2 ഫീമെയിലും ആയിട്ട്. അവർക്കും എന്തെങ്കിലും സംഭവിച്ച് ചത്തു പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചിലപ്പോൾ ഈ ഗപ്പികളെ കണ്ടിന്യൂ ചെയ്യില്ല. കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വെറൈറ്റിയാണ് കുറച്ച് നാൾ വളർത്താമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് 4 എണ്ണത്തിന് കൂടി നമ്മൾ വാങ്ങും. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കും. ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഈ ആദ്യത്തെ ഈ 2 എണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ട്രയലാണ്. അപ്പോൾ ഇതെങ്ങനെ പോകുന്നുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഞാൻ ഫ്യൂച്ചർ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ 2 ആൾക്കാരും ഇറങ്ങി പോയിട്ടുണ്ട്. എന്നിട്ട് പല സ്ഥലത്തായിട്ട് നിൽക്കുന്നുണ്ട്. ഫീമെയിലിനെ എനിക്ക് കാണാൻ പറ്റുന്നില്ല, മെയിലിനെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ സ്ക്രീനിൻ്റെ താഴെ ഭാഗത്ത് മധ്യഭാഗത്തായിട്ട് അടിയിൽ കിടന്ന് പുള്ളിക്കാരൻ നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും എന്താ പറയുക നല്ല ബെസ്റ്റ് ആംബിയൻസ് ആണ് ഇവർക്ക് 2 പേർക്കും ഇതിനകത്ത് ബ്രീഡ് ആവാനായിട്ടുള്ളത്. ഇവരുടെ മെയിനായിട്ട് ഞാൻ എന്താണ് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇമ്മ്യൂണിറ്റിയാണ്. പ്ലാറ്റുകളുടെ പോലെ അത്ര ഇമ്മ്യൂണിറ്റി ഇവർക്ക് ഉണ്ടോ എന്നുള്ളതാണ് ഒന്ന് നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് പോണത്. അതായത് 365 ദിവസം പല സീസണുകൾ മാറി മാറി വരുന്നുണ്ട്. എല്ലാ സീസണുകളോടും ഇവർ അഡാപ്റ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് അതൊരു മെയിൻ സംഭവമാണ് നമ്മൾ നോക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഇവർ ബ്രീഡ് ആവുന്നത്, അവരെങ്ങനെയാണ് ബ്രീഡ് ആവുന്നത്, ഫ്രീക്വൻ്റ് ആയിട്ട് ബ്രീഡ് ആവുന്നുണ്ടോ, അതുപോലെ തന്നെ ഇവരുടെ കുഞ്ഞുങ്ങൾ എത്രത്തോളം സർവൈവ് ചെയ്ത് കിട്ടുന്നുണ്ട് എന്നുള്ളത്. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഈ 2 ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളിൽ നമ്മൾ നോക്കുന്നത്. ഇവർ അസുഖങ്ങളൊന്നും വരാതെ നല്ല രീതിയിൽ സർവൈവ് ചെയ്യുക, അതുപോലെ തന്നെ നല്ല രീതിയിൽ ബ്രീഡായിട്ട് കുഞ്ഞുങ്ങൾ ഇറങ്ങുക, അത്തരം കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ ഗപ്പികളെ നമ്മൾ വളർത്തുന്നത് കണ്ടിന്യൂ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കളർ കോമ്പിനേഷൻ, അതായത് ചെടികളുടെ കളർ പച്ചയാണ്, ഇവരുടെ കളർ റെഡാണ്. അപ്പോൾ ആ ഒരു ഗ്രീൻ റെഡ് കോമ്പിനേഷൻ ഈ അക്വേറിയങ്ങളിൽ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് നല്ല സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ആ ഒരു ഗ്രീൻ റെഡ് കോമ്പിനേഷൻ. ഇന്ന് നമ്മൾ എന്തായാലും ഫീഡ് ചെയ്യുന്നില്ല, നാളെ തുടങ്ങിയാണ് നമ്മൾ ഫീഡ് കൊടുക്കുന്നത്. പിന്നെ ഈ അക്വേറിയങ്ങളിൽ നമ്മൾ എയറേഷൻ ഫിൽട്രേഷൻ ഒന്നും കൊടുക്കുന്നില്ല, വാട്ടർ ചേഞ്ച് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇവർക്ക് ഫീഡ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ബീറ്റ ഫിഷിന് കൊടുക്കുന്ന ഏറ്റവും ചെറിയ ഒരു പെല്ലറ്റ് സൈസാണ്. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാനൊരു അപ്ഡേറ്റ് വീഡിയോ ചെയ്യാം. ഇവർ ഈ ടാങ്കിൽ അഡാപ്റ്റ് ആയോ ഇല്ലേ, അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും അസുഖമോ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇവരുടെ ഫീഡിങ്, ഇവർ ഫീഡൊക്കെ എടുത്തു തുടങ്ങി ഫീഡൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ആ ഫീഡിങ് വീഡിയോ ഒക്കെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ഒരു ജോഡി ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളെ വാങ്ങിയിരിക്കുകയാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇവർ പ്ലാറ്റുകളുടെ പോലെ തന്നെ എല്ലാ സീസണുകളോടും നല്ല രീതിയിൽ അഡാപ്റ്റ് ആയി നല്ല രീതിയിൽ തന്നെ ബ്രീഡായിട്ട് മാക്സിമം കുഞ്ഞുങ്ങളെ തന്നെ ഈ ഒരു അക്വേറിയത്തിൽ കിട്ടണമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഇവരുടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പോണേന്നുള്ളത്.
നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് മീനുകളെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.